ആയുർവേദം ശാസ്ത്രീയമാണോ എന്നത് നമ്മുടെ സമൂഹത്തിലെ എക്കാലത്തെയും വലിയ ഒരു ചർച്ചാ വിഷയമാണ്. ഒരു കാര്യം അശാസ്ത്രീയമെന്ന് പറയണമെങ്കിൽ എന്താണ് ശാസ്ത്രീയത എന്നുകൂടി അറിയണ്ടേ. എന്നാൽ പലപ്പോഴും എന്താണ് ശാസ്ത്രീയത എന്ന് മനസ്സിലാക്കാതെ കണ്ണുമടച്ച് എന്തിനേയും ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. നോക്കൂ, നാം ഇപ്പോൾ പ്രധാനമായും പിന്തുടരുന്നത് 16-17 നൂറ്റാണ്ടുകളിൽ എന്ന് വെച്ചാൽ 100-300 കൊല്ലം മുമ്പ് മാത്രം യൂറോപ്പിൽ വികസിച്ച യൂറോസെൻട്രിക്കായ ശാസ്ത്രീയ രീതിയാണ്. അത് മോശമല്ലെന്ന് മാത്രമല്ല, ഇന്ന് നാം കാണുന്ന സർവ്വപുരോഗതിയുടെയും പിന്നിൽ യൂറോസെൻട്രിക്കായ സയൻസ് ആണെന്നത് സത്യമാണ്. പക്ഷേ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലല്ല. അതിനും നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഡിപെൻഡൻ്റായി ധാരാളം ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ വളർന്നിരുന്നു. അതിനെല്ലാം സ്വന്തമായ രീതികളും ഉണ്ടായിരുന്നു. മോഡേൺ മെഡിസിൻ ഉണ്ടാകുന്നതിന് മുമ്പും രോഗങ്ങളും ചികിത്സകളും രോഗശമനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യ വിജ്ഞാനങ്ങളുടെ കൂടി അടിത്തറയിലാണ് മോഡേൺ മെഡിസിനും വളർന്ന് വികസിച്ചത്. ആയുർവേദം പിന്തുടരുന്നത് യൂറോസെൻട്രിക്കായ രീതിയല്ല, അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് മെത്തഡോളജിയും. നോക്കൂ, ലോകം ഇത്ര മനോഹരമാക്കുന്നതിൽ ആയുർവേദം അടക്കമുള്ള പാരമ്പര്യ വിജ്ഞാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക.